അപ്പോൾ ഇന്ന് നമ്മൾ തൊടുപുഴ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ അരീനയിലാണ് ഉള്ളത്. മാരുതി സുസുക്കി അരീനയിലാണുള്ളത്. നമ്മളപ്പോൾ നോക്കാൻ വന്നിരിക്കുന്ന ഫ്രോങ്സിൻ്റെ ഡിസൈനും ഡീറ്റെയിലും പ്രൈസും ഓൺ ഓഫറുകളൊക്കെ ആട്ടോ. എന്തായാലും ഫ്രോങ്സ് കിടപ്പുണ്ട്. മഴ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോയിട്ടില്ല. നമ്മളെന്തായാലും സുസുക്കി അരീനയിലാണുള്ളത്. തൊടുപുഴ മാങ്ങാട്ടുകര ബൈപ്പാസിലുള്ള അരീനയുടെ ഷോറൂമിലാണ് ഉള്ളത്. അപ്പോൾ ഫ്രോങ്സിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ വന്നത്. ഫ്രോങ്സിൻ്റെ ഓൺ ഓഫർ എന്തൊക്കെയുണ്ട്, ഫ്രോങ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അല്ലാത്ത ഓഫർ എന്തൊക്കെയുണ്ട്, മിനിമം ഓഫർ എത്ര, മാക്സിമം ഓഫർ എത്ര, CNGയുടെ ഓഫർ എത്ര, ഇതൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. എന്തായാലും നമുക്ക് അരീനയിൽ കിടക്കുന്ന ഫ്രോങ്സും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഗ്രാൻഡ് വിത്താര കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രോങ്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ വലിയ ഒരു ഗ്രില്ല് തന്നെയാട്ടോ എടുത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ DRLും ഇൻഡിക്കേറ്ററും ഒന്നിച്ച് വരുന്ന ഒരു യൂണിറ്റ് വരുന്നു. ഒരു 4 പോയിൻ്റ് ആയിട്ടുള്ള ഒരു DRL വരുന്നു. അതുപോലെ തന്നെ തൊട്ട് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED റിഫ്ലക്ടർ, മൾട്ടി റിഫ്ലക്ടർ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് ആട്ടോ. വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. അതുപോലെ തന്നെ ബ്ലാക്ക് കളേർഡ് ആയിട്ട് വരുന്ന ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഗ്രില്ല് തന്നെ ആട്ടോ കാണാൻ പറ്റും. അതിന് മുകളിൽ കണക്ട് വരുന്ന ഒരു DRL തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഫ്രണ്ടിലെ ഡീറ്റെയിൽസ്. ശരിക്കും പറഞ്ഞാൽ ഹെഡ് ലാമ്പ് തന്നെ ഉണ്ട്, ഭയങ്കര എടുപ്പ്. അതുപോലെ തന്നെ ആ ഒരു DRLും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. DRLിൽ ആ ഒരു ഇൻഡിക്കേറ്ററും ഇൻകോർപ്പറേറ്റ് ചെയ്താണ് വരുന്നത്. സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീൽ ആർച്ച് വരുന്നുണ്ട്. അതിന് മുകളിൽ ചെറിയൊരു കട്ടിങ് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ആക്സസറി വരുന്നുണ്ട്, ഒരു ആപ്ലിക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഗാർണിഷ് വരുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ റെഡും കൂടെ ആയിട്ടുള്ള ഒരു ഗാർണിഷൊക്കെ വരുന്നുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിൽ മിറർ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ആ ഒരു ക്യാരക്ടർ ലൈൻ, അല്ലെങ്കിൽ ഷോൾഡർ ലൈൻ ബമ്പറിൽ, അല്ലാത്ത ബോണറ്റിൻ്റെ ടോപ്പിൽ നിന്ന് സൈഡ് വഴി പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ, അത് സുസുക്കിയുടെ സ്വിഫ്റ്റിലും അങ്ങനെ ഒട്ടുമിക്ക വാഹനങ്ങളിലും വരുന്ന ഒരു ക്യാരക്ടർ ലൈനാട്ടോ വരുന്നത്. ആ ഒരു സിൽ ലെവൽ, വിൻഡോ സിൽ ലെവലിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സാധനം. അതുപോലെ തന്നെ മിറർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബോഡി കളറുടെ മിററാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മൗണ്ട് ആയിട്ടുള്ള ഒരു മിററാണ് കേട്ടോ വരുന്നത്. മിറർ സാമാന്യം വലുപ്പമുള്ള മിററാണ്, 360 ക്യാമറയൊന്നും വരുന്നില്ല. ഈ വേരിയൻ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ബോഡി കളേർഡാണ് കൊടുത്തിരിക്കുന്നത്. വീൽ ആർച്ച് കണ്ടിന്യൂറ്റ് ആയിട്ട് തന്നെ ബോഡിയുടെ ഒരു ആർച്ച്, ആ ഒരു ക്ലാഡിങ് ആയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാർട്ട് പോകുന്നുണ്ട് കേട്ടോ ഫുൾ ബോഡിയിൽ. അതൊരു പ്രൊട്ടക്ടറായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ആ ഒരു DRLിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഹെഡ് ലാമ്പിൻ്റെ ഇതും മിറർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡിൽ ഇൻഡിക്കേറ്ററോടുകൂടി വരുന്ന ആ ഒരു മിററാണ്, ബോഡി കളറായിട്ടുള്ള മിററാണ് വരുന്നത്. വീലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെയിൻറ്റഡ് വീൽസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്കാണ് അലോയ് വീൽസ്, പെയിൻ്റ് അല്ലാതെ മറ്റേ സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിലേക്കാണ്. ടയർ സൈസ് ഇവിടെ കാണാൻ പറ്റും. 195 വരുന്ന ഒരു ടയർ സൈസ് എന്തായാലും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു വണ്ടി മൊത്തം ഡിസ്പ്ലേ വാഹനമാണ് കേട്ടോ. അപ്പം മഴ ആയത് കാരണം ഫുൾ ചെളി പിടിച്ച് കിടക്കുക കേട്ടോ. ചെളിയിൽ പുറത്ത് കിടന്നിട്ട് ചെളിയൊക്കെ തെറിച്ച് ആകെ നശിച്ച് കിടക്കുക, ഉള്ള കാര്യം പറയാലോ. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പും പ്ലസ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു യൂണിറ്റ് കാണാൻ പറ്റും. ആ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഫ്രോങ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. സെൻറ്ററിൽ കണക്ട് ചെയ്ത് പോകുന്നതിന് താഴെയായിട്ട് നമുക്ക് റിയർ റിയറിലെ പാർക്കിംഗ് സെൻസറൊക്കെ വരുന്നുണ്ട് കേട്ടോ. റിയർ പോർഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് വരുന്ന ഒരു അലൂമിനിയം കളറിൽ വരുന്ന സ്കിഡ് പ്ലേറ്റ് കാണാൻ പറ്റും. റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ റൂഫ് നമുക്ക് ആ ഒരു സ്പോയിലർ, ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്പോയിലർ വരുന്നുണ്ട്. റൂഫ് ആൻഡ് സ്പോയിലർ എന്ന് പറയുന്ന ആ ഒരു സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് എൻഡിലായിട്ടൊരു ബ്രേക്ക് ലാമ്പും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൂഫിലേക്ക് ആ ഒരു റെയിൽ കാണാൻ പറ്റും കേട്ടോ. ഒരു ഗാർണിഷായിട്ട്, അല്ലെങ്കിൽ ഒരു അല്പം അഴക് കൂട്ടാൻ, ബ്യൂട്ടി കൂട്ടാനൊക്കെ കൊടുക്കുന്ന ഒരു സാധനമായിട്ടുള്ള ഒരു റെയിലിംഗ് വന്നിട്ടുണ്ട്. അത് പക്ഷേ കാണാൻ ഭയങ്കര എടുപ്പാട്ടോ. അതൊക്കെ അതിൻ്റെ മുകളിൽ ചിലർ ക്യാരിയറൊക്കെ ചെയ്തുമ്പോഴത്തേക്കും പ്രത്യേക എടുപ്പാണ്. അതുപോലെ തന്നെ ഈ ടെയിൽ ലാമ്പിൻ്റെ യൂണിറ്റും അതുപോലെ ഇൻഡിക്കേറ്റർ എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഭയങ്കര ലുക്കല്ലേ കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റൂഫ് റെയിലിംഗ് കേട്ടോ. അതും അതിൻ്റെ മുകളിൽ ചിലർ ക്യാരിയറൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും ഭയങ്കര ലുക്കാണ് കാണാനായിട്ട്. ഫ്രോങ്സിൻ്റെ ഒരു ബാഡ്ജിങ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്രോം ഫിനിഷിൽ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു, ഫ്രോങ്സ് എന്നുള്ള ബാഡ്ജിങ്. അതുപോലെ തന്നെ ഈ ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഒരു ആരോ ഷേപ്പിലുള്ള ഡിസൈനൊക്കെ ആയിട്ട് അത് തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എടുപ്പാണ്ടാണ്. അതുപോലെ പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് റൂഫ് മൗണ്ട് ആയിട്ടുള്ള ഷാർക്ക് ഫിൻ ആൻറ്റന, അതായത് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് കാണാൻ പറ്റും. പിന്നെ ഡിഫോഗർ, അതുപോലെ തന്നെ റെയർ വാഷറും വൈപ്പറും വരുന്നില്ല കേട്ടോ. ഡിഫോഗർ എന്തായാലും വരുന്നുണ്ട്. അത് മഴക്കാലത്ത് ഭയങ്കര ഉപയോഗമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഡിഫോഗർ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ കാര്യം, എല്ലാ വണ്ടിയിലും തന്നെ ആക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഒരു കോമൺ കാര്യമായിട്ട് വരുന്നതാണ്. ഇതാണ് ആ ഒരു LED ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് വരുന്നത്. മുകളിൽ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഷാർക്ക് ഫിൻ ആൻറ്റന കാണാം കേട്ടോ. വണ്ടി മൊത്തത്തിൽ ചെളി പിടിച്ച് തന്നെയാണ് കിടക്കുന്നത്. ഹാൻഡിൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള തന്നെ ഹാൻഡിലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ബമ്പറിൻ്റെ താഴെയായിട്ട് സൈഡിലുള്ള ഒരു റിഫ്ലക്ടർ കാണാം. അതുപോലെ തന്നെ റിയറിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു സ്കിഡ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു അലുമിനിയം ഷെയ്ഡിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് മെയിൻ ഒരു പുറകിലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 1-2 തവണ അത് എടുത്ത് ഇത് എടുത്തത് കേട്ടോ, ഷൂട്ട് ചെയ്തത് തന്നെ അതുകൊണ്ടാണ്.
അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. റിയറിൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ട്രേ വരുന്നുണ്ട്. സ്റ്റോറേജ് ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്പെയർ വീല് കാണാൻ പറ്റും. സ്പെയർ വീല് ഇതാ താഴെ സാധാരണ ഉള്ള പോലെ തന്നെ. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജിൻ്റെ ബാക്കി സ്പേസുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ബാക്കിൽ ഡിക്കിയിലും അല്ലെങ്കിൽ ബൂട്ടിലൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ബൂട്ടിലില്ലല്ലോ. അതിൻ്റെ ഒരു ബൂട്ടിൻ്റെ കപ്പാസിറ്റി 330 സംതിങ് ആണെന്ന് തോന്നുന്നു. ആ ബൂട്ട് കപ്പാസിറ്റി വരുന്നിട്ട് ലിറ്റർ വരുന്നത്. അതിൽ സൈഡിലേക്ക് ഒരു ലഗേജ് ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാമ്പൊന്നും കണ്ടില്ല. ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആട്ടോ ഈ വരുന്നത്. ആ സൈഡിലൊരു ഹുക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ കാണാനുള്ളത്. ഇനി നമുക്ക് ഡോറിൻ്റെ പാനൽസ് നോക്കാം. ഡോർ പാനൽസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡുവൽ ഷെയ്ഡാണ് ഇൻറ്റീരിയർ വരുന്നത്. അതായത് ഒരു മെറൂൺ കളറും ബ്ലാക്കും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് റിയർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ റിയറിൽ വെൻറ്റ് എ സി ഒന്നും വരുന്നില്ല. എ സി വെൻറ്റ് വരുന്നില്ല ഈ വേരിയൻറ്റിൽ. അതുപോലെ തന്നെ ഒരു സോക്കറ്റ് അവിടെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. USB പോർട്ട് വരുന്നില്ല. 12 വോൾട്ടിൻ്റെ ടൈപ്പ് ഒരു സോക്കറ്റാണ് വരുന്നത്. 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. റിയർ എ സി വെൻറ്റുകൾ വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആംറസ്റ്റും ഈ ഒരു ഇതിൽ വരുന്നില്ല. പകരം അവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസുകളാണ് ഉള്ളത്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു ക്യാബിൻ. ക്യാബിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള സിസ്റ്റവും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഹാൻഡിൽ കാണാൻ പറ്റും. ക്രോം ഫിനിഷുള്ള ഹാൻഡിൽസ് ഒന്നുമില്ല. നമുക്ക് അപ്പോൾസറി ആണ് വരുന്നത്. ഡ്യുവൽ ഷെയ്ഡിലുള്ള അപ്പോൾസറി വരുന്നു. ഡോറിൽ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ സ്പീക്കർ വരുന്നുണ്ട്. 4 സ്പീക്കറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് കേട്ടോ വരുന്നത്. ട്യൂട്ടറൊന്നും വരുന്നില്ല ഇതിൽ. നെക്സ്റ്റ് വേരിയൻറ്റിലേക്ക് ടോപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആൽഫയിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് നെക്സ്റ്റ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 2 ട്യൂട്ടറും കൂടെ വരുന്നുണ്ട് മ്യൂസിക്കിന്. അതുപോലെ ഹെഡ് റെസ്റ്റുകൾ 3ഉം അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. നടുക്കത്തെ ഹെഡ് റെസ്റ്റ് അല്പം ചെറുതാണെങ്കിലും അത് അഡ്ജസ്റ്റബിൾ ആണ്. ചിലതിൽ വരുമ്പോഴത്തേക്കും അത് അഡ്ജസ്റ്റബിൾ അല്ലാതെ ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പ് കാണാറുണ്ട്. എന്തായാലും ഫ്രോങ്സിൽ അത് അഡ്ജസ്റ്റബിൾ കൊടുക്കുന്നുണ്ട്. റൂഫ് മൗണ്ടഡ് ഒരു ലാമ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ 2 ലൈറ്റുകളുണ്ട്. ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൽ സെക്കൻഡ് റോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഡീറ്റെയിൽസ് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡ്യുവൽ ഷെയ്ഡാണ്. ഒരു മെറൂണിഷ് ആയിട്ടുള്ളൊരു അപ്പോൾസറി ഫാബ്രിക് അപ്പോൾസറി ആണ് വരുന്നത്. ലെതറൈറ്റ് ആയിട്ടുള്ളൊന്നും വരുന്നില്ല. ഫാബ്രിക് അപ്പോൾസറി ആണ് വരുന്നത്. പക്ഷേ നല്ല ഷെയ്ഡോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ പാനൽ നോക്കാം. ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. ഈ ഡിസ്പ്ലേ വാഹനമായത് കാരണം വെച്ചിട്ടുണ്ട്. അതെടുത്ത് മാറ്റിയതാണ്. ഡ്യുവൽ ഷെയ്ഡ് അല്ല, ഞാൻ സാധാരണ പറയാറുന്ന പോലെ ഡ്യുവൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഷെയ്ഡൊക്കെ ഇതിൽ വരുന്നുണ്ട്. അലുമിനിയത്തിൻ്റെ ഒരു കളറാണ് കയറി വരുന്നത്. ബ്ലാക്കും ഉണ്ട്. ഈ ഒരു മെറൂണും വരുന്നുണ്ട്. 4 പവർ വിൻഡോയും ഡ്രൈവർ സൈഡിൽ 1 ടച്ച് ആയിട്ടുള്ള ഒരു പവർ വിൻഡോ സ്വിച്ച്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVയും ഇലക്ട്രിക്കൽ ഫോൾഡബിൾ ആയിട്ടുള്ള ORVയും ആണ് വരുന്നത്. 4 സ്പീക്കർ എന്ന് പറഞ്ഞാൽ 4 ഡോറുകളിലാണ് 4 സ്പീക്കറുകൾ വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ റിക്ലൈനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ബോണറ്റിൻ്റെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ടാങ്കിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതും വരുന്നു. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്വിച്ചിൻ്റെ ആ ഒരു ഓൺ ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് ആ സൈഡിൽ കാണാം. പിന്നെ AC വെൻറ്റിൻ്റെ ചുറ്റും ആ ഒരു കളറാണ് വന്നിരിക്കുന്നത്. സെൻറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാണാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ പറ്റും. 17.78 സെൻറ്റിമീറ്ററിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഒന്നുമല്ല IRVM വരുന്നത്. മാനുവലായിട്ടുള്ള IRVM ആണ് വരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തന്നെ ഫോൾഡ് ചെയ്യണം. രാവിലെ ആകുമ്പോൾ നമ്മൾ തന്നെ അൺഫോൾഡ് ചെയ്യണം. ആ ഒരു ടൈപ്പിലുള്ള മാനുവൽ ഇതിലുള്ള IRVM ആണ്. ശരിക്കും ഇതാണ് കേട്ടോ ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ. എനിക്ക് പലപ്പോഴും നമുക്ക് ആ ലൈറ്റിൻ്റെ ഷെയ്ഡ് കാരണം കറക്റ്റ് ഒരു ഷെയ്ഡ് കിട്ടാറില്ല മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും. ചിലപ്പം ആ ലൈറ്റിൽ ഒരു വ്യത്യാസം വരുന്നത്. ഈ കാണുന്ന ഒരു കളറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ. ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു കളറും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒരു ഡ്യുവൽ ടോണിലായിട്ടുള്ള ഇൻറ്റീരിയർ ആട്ടോ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കളർ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുണ്ട്. അതിന് മുകളിൽ ഒരു അലുമിനിയം ഷെയ്ഡ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഡ്യുവൽ ഷെയ്ഡല്ല. ശരിക്കും പറഞ്ഞാൽ 3 ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റും. മിക്ക വണ്ടികളും അങ്ങനെ തന്നെ കേട്ടോ വരുന്നത്. ആ ഒരു മെറൂണും അതുപോലെ തന്നെ ആ ഒരു അലുമിനിയം ഷെയ്ഡും പിന്നെയുള്ളത് നമ്മുടെ നോർമൽ ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറും എല്ലാം തന്നെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. എയർ ബാഗുകൾ നമുക്ക് ഡ്രൈവർ പാസഞ്ചർ എയർ ബാഗ് വരുന്നുണ്ട്. അതായത് കോ ഡ്രൈവർ എയർ ബാഗ് അതുപോലെ തന്നെ കർട്ടൺ എയർ ബാഗ്സും സൈഡ് എയർ ബാഗ്സ് അങ്ങനെ എയർ ബാഗ്സ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടികളും തന്നെ വരുന്ന ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ESP ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. താഴേക്ക് വന്ന സ്റ്റോറേജ് അതുപോലെ തന്നെ USB-യുടെ ഒരു പോയിൻറ്റും അതുപോലെ തന്നെ അപ്പുറത്ത് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് പോയിൻറ്റ് വരുന്നു. 2 കപ്പ് ഹോൾഡേഴ്സിൻ്റെ ആ ഒരു പോയിൻറ്റ് വരുന്നു. അതുപോലെ തന്നെ ഇത് AMT ആണ് കേട്ടോ. 5 AMT ആണ് വരുന്നത്. 5 ഗിയർ ആയിട്ടുള്ള ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 5 മാനുവലും ആണ് സിസ്റ്റം അല്ലാത്ത വണ്ടി വരുന്നത്. 1.2 ലിറ്ററിൻ്റെ ആണ് എഞ്ചിൻ വരുന്നത്. KC സീരീസ് വരുന്ന പെട്രോൾ എഞ്ചിനാണ്. ഡ്യുവൽ VVT എഞ്ചിനാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 21.79 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മാനുവലിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ AMTയിൽ പറയുമ്പോഴത്തേക്ക് 22.8 ആണ് 89 കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു മൈലേജ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ കാണാറുള്ള ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. HUD വരുന്നില്ല. HUD ഒക്കെ ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വാനിറ്റി മിറർ കാണാൻ പറ്റും നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ.
ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഇതിൽ വാനിറ്റി മിറർ വരുന്നുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉള്ളിൽ ആ ഒരു 2 റീഡിങ് ലൈറ്റുകൾ വരുന്നു. നമുക്ക് സൺഗ്ലാസ് വെക്കാനുള്ള ആ ഒരു പോക്കറ്റൊന്നും വരുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റൂഫ് മൗണ്ടായിട്ട് വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ ടിക്കറ്റ് ഹോൾഡർ വരുന്നില്ല കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, ടിക്കറ്റ് ഹോൾഡർ എന്തായാലും കാണുന്നില്ല, മിററും കാണുന്നില്ല, ടിക്കറ്റ് ഹോൾഡറിലും. മിറർ പിന്നെ സാധാരണ ഉണ്ടാവാറില്ല, ടിക്കറ്റ് ഹോൾഡർ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിൽ ടിക്കറ്റ് ഹോൾഡറും കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയൊക്കെയാണ് വരുന്നത്. സീറ്റിൻ്റെ ഇത് പറഞ്ഞല്ലോ നമ്മൾ, ഫാബ്രിക് ആയിട്ടുള്ള അപ്പോൾസറിയാണ് വരുന്നത്. ബ്ലാക്കും ആ ഒരു മെറൂണുമായിട്ടുള്ള നല്ല സ്റ്റിച്ചിങ്ങുള്ള മനോഹരമായ ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്. ലെതറൊന്നും ചെയ്യണമെന്നില്ല, നല്ല ഡിസൈനിലുള്ള നല്ല സപ്പോർട്ടും അതുപോലെ അത്യാവശ്യം വലിയ ഹെഡ് റെസ്റ്റുകളും ഉള്ള ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും മാനുവലിന് വരുന്നത് 10.47 ലക്ഷവും 11.06 ലക്ഷമാണ് AMTയിലും വരുന്നത്. അതുപോലെ തന്നെ 40,000 മുതൽ 1,35,000 വരെ ഓഫർ വരുന്നുണ്ട് കേട്ടോ ഫ്രോങ്സിന്.